ഇന്നാണ് നമ്മൾ കാത്തിന്ന് ആറാട്ടുപുഴ പൂരം. എടാ ഞാൻ ഈ മോളിന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കുള്ള ഭംഗിയൊക്കെ ആനപ്പുറത്തേക്ക് നോക്കുമ്പോഴാണ് രാവിലെ നമ്മൾ ഭഗവതിയുടെ കൂടെ വന്നിട്ട് പോയിട്ട് ഞങ്ങള് വീട്ടിൽ നിന്നെങ്കിൽ ലേറ്റ് ആയോ എന്ന് ഇച്ചിരി സംശയം ഉണ്ട്. അവിടെ ചെന്നപ്പോഴേക്ക് മേളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായി. വിചാരിച്ച മതിയില്ലാട്ടോ, അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ട്. ശാസ്താവിന്റെ മേളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇടക്കുന്നി പഞ്ചായത്ത് ഉണ്ട്. അതിന് മുന്നിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. ആറാട്ടുപുഴയെന്ന് ഒരിക്കലും മുടങ്ങാത്ത ഒന്നാണ് ഇവിടത്തെ സദ്യ. എല്ലാ കൊല്ലവും നമ്മൾ പോയി കഴിയും. ഇവിടെ നീ ഫുഡൊക്കെ കഴിച്ചു പോയിട്ട് മേളം കേൾക്കാം. എനിക്കന്നാ ആറാട്ടുപുഴ പൂരം പൂർണ്ണതേ ഉള്ളൂ. ഇവിടെ ചെന്നപ്പോഴത്തേ നമ്മുടെ ഭഗവതിക്കുള്ള കോല റെഡിയാക്കാം. എല്ലാവരും എന്തേ കാര്യമായിട്ടുള്ള പണിയില്ലട്ടോ. ചേട്ടന്മാരൊക്കെ പണിയെടുക്കുമ്പോ ഞാൻ പണിയെടുക്കണില്ല എന്നാണ് നിങ്ങളുടെ വിചാരം. ഞാനും പണിയൊക്കെ എടുക്കണ്ടിട്ടോ. ഇത് കണ്ട നിങ്ങൾ ഇന്ന് നമ്മുടെ ഭഗവതി പട്ടിലാട്ട വരെ. ശാസ്താവിന്റെ മേളം കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ കോലൻ റെഡി. ആരും മറക്കണ്ട, 31-ാം തീയതി അടക്കുന്ന ഉത്രം വിളക്കാണ്. 1-ാം തീയതി പുലർച്ചെ നല്ല അടിപൊളി പഞ്ചാരിക്കും. ഇപ്പൊ വരാൻ പറ്റുന്നവരെല്ലാം വന്നോളൂ. ഇനി ഞാൻ ക്ഷണിച്ചില്ല എന്ന് പറയരുതിട്ടോ. അങ്ങനെ നമ്മൾ കാത്തിന്ന് പഞ്ചാരി ഇവിടെ പോണ. ഇവിടത്തെ കേളത്ത് സുന്ദരേട്ടൻ അങ്ങോട്ട് കത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കേക്കണം എന്റെ ഫീലിൽ. ഇതിന്റെ മുകളിലേക്ക് വെക്കാൻ പറ്റൂ. എടക്കുന്നിൽ നിന്ന് നമ്മുടെ കേളത്ത് സുന്ദരേട്ടന് ഉപഹാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇക്കൊല്ലം ആറാട്ടുപുഴയിൽ എടക്കുന്നി പഞ്ചായത്ത് കലക്കി. ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഭഗവതിക്ക് മന്ദാരം കടവിൽ ആറാട്ടുണ്ട്. എല്ലാ കൊല്ലവും പൂരം കഴിഞ്ഞിട്ട് ദേ ഇവിടെ വന്നിട്ടാണ് മുങ്ങുക. അങ്ങനെ ഇക്കൊല്ലത്ത് ഞങ്ങളുടെ ആറാട്ടുപുഴ പൂരം കഴിഞ്ഞു. പിന്നെ അടുത്ത പൂരമായിട്ട് നാളെ കാണാം. ബൈ ഫ്രം ഞാൻ തന്നെ.